അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിദ്യാർത്ഥികളെ, മാപ്പിൽ വാസ്കോ ഡ ഗാമയുടെയും മെഗല്ലൻ്റെയും കൊളംബസിൻ്റെയും റൂട്ടുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇനി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നോക്കാം. ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ 1750 ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവം തുടങ്ങുന്നത്. ഇംഗ്ലീഷ് മെർച്ചൻസ് ഹാഡ് അക്യുമുലേറ്റഡ് ഹ്യൂജ് വെൽത്ത്. വലിയ സമ്പത്താണ് ഓവർസീസ് ട്രേഡിലൂടെ, വലിയ വ്യാപാര ബന്ധങ്ങളിലൂടെ, കൊളോണിയൽ ആധിപത്യത്തിലൂടെ ഇംഗ്ലണ്ട്, ബ്രിട്ടൻ ഒക്കെ സമ്പാദിച്ചത്. സപ്ലൈ ഓഫ് റോ മെറ്റീരിയലിൻ്റെ സപ്ലൈ വഴി വലിയ സമ്പത്ത് നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചു. അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കോളനികളിലൂടെ വിറ്റഴിച്ചു. ഇംഗ്ലണ്ടിലും ഇരുമ്പിൻ്റെയും കൽക്കരിയുടെയും വലിയ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രികൾക്കൊക്കെ ആവശ്യമായ റിസോഴ്സായിരുന്നു ഇത്. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റഡ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ മെഷീൻസ്. മുതലാളിത്ത രാജ്യങ്ങളെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലും പുതിയ പുതിയ യന്ത്രങ്ങളിലും സമ്പത്ത് നിക്ഷേപിക്കുകയും കോടികൾ കൊയ്യാൻ തയ്യാറെടുക്കുകയും ചെയ്തു. Now machines began to take over some of the work of humans and animals for production. മനുഷ്യർക്ക് പകരം യന്ത്രങ്ങൾ എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങി. So there was new development and coming of a new machines to improve production. The society became unequal. ഇങ്ങനെ വന്നപ്പോൾ സമൂഹത്തിൽ ഈക്വാളിറ്റി നഷ്ടപ്പെട്ടു. സമൂഹത്തിൽ ജോലി എടുക്കുന്ന പ്രോളിറ്ററേറ്റ് എന്ന് പിന്നീട് വിളിക്കപ്പെട്ട ജോലിക്കാർ, വർക്കേഴ്സും, ബൂർഷ്വാസി എന്ന് പിന്നീട് വിളിക്കപ്പെട്ട ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാരും, ഇങ്ങനെ രണ്ട് തരംതിരിവുകൾ സാമ്പത്തിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം കൊണ്ടുവന്നു. അതിനെപ്പറ്റി നിങ്ങൾ അടുത്ത ക്ലാസ്സിലാണ് വിശദമായി പഠിക്കേണ്ടത്. കുറച്ച് ചോദ്യങ്ങൾക്ക് ആൻസർ പറയാവുന്നതാണ്. ഹു ഡിസ്കവേർഡ്? ആരാണ് കണ്ടെത്തിയത്? ദ സീ റൂട്ട് ടു ഇന്ത്യ. ഇന്ത്യയിലേക്കുള്ള ജലമാർഗം കണ്ടെത്തിയതാരാണ്? ബർത്തലോമ്യൂ ഡയസ്, കൊളംബസ്, വാസ്കോ ഡ ഗാമ. ഇവരാരുമല്ല. ആരാണ്? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് വാസ് നോട്ട് എ റിസൾട്ട് ഓഫ് ദ വോയേജ് ഓഫ് ഡിസ്കവറി? പല രാജ്യങ്ങളും കണ്ടുപിടിക്കുന്ന ഈ യാത്രകളുടെ പരിണിത ഫലമായിട്ട് ഉണ്ടായതല്ലാത്ത കാര്യം ഏതാണ്? ഒന്ന്, സെറ്റിംഗ് അപ്പ് ഓഫ് കോളനീസ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ടായ കോളനികൾ. എക്സ്പാൻഷൻ ഓഫ് യൂറോപ്യൻ കൊമേഴ്സ്. യൂറോപ്യൻ വാണിജ്യത്തിൻ്റെ വർധന. റൈസ് ഇൻ ദ പ്രോസ്പെരിറ്റി ഓഫ് ദ കോളനീസ്. കോളനികളിലുണ്ടായ പുരോഗതി. മൂന്നാമത്തേത് അതിൽപ്പെട്ടതാണോ എന്ന് പരിശോധിക്കുക. ബിഗിനിങ് ഓഫ് സ്ലേവ് ട്രേഡ്. അടിമ കച്ചവടത്തിൻ്റെ തുടക്കം. അടുത്ത ചോദ്യം, നെയിം അറ്റ്ലീസ്റ്റ് 2 കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ റിനൈസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. സയൻസിൽ
ഉണ്ടായ 2 പ്രധാന റിനൈസൻസിൻ്റെ സംഭാവനകൾ എന്തെല്ലാം? നിങ്ങൾ പഠിച്ചതാണ്. ലിസ്റ്റാക്കി എഴുതുക, വിശദമായിട്ട് എഴുതുക. അറ്റ്ലീസ്റ്റ് 3 ഡിസ്കവറീസ് ഹെൽപ്പ്. 3 അത്ഭുതങ്ങൾ, 3 കണ്ടുപിടുത്തങ്ങൾ യൂറോപ്യൻസിനെ സീ റൂട്ട് കണ്ടെത്താൻ സഹായിച്ച 3 പുതിയ ഡിസ്കവറികൾ എന്തൊക്കെ? ഐഡൻറ്റിഫൈ ദ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ സൊസൈറ്റി. സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. ഏജ് ഓഫ് റിവല്യൂഷനെ പറ്റി പറയുമ്പോൾ, ദ യൂറോപ്യൻ റെവല്യൂഷൻ ഓഫ് 1848 ബ്രോട്ട് എ സീരിയസ് പൊളിറ്റിക്കൽ അപ്ഹീവൽസ്. ഒരുപാട് രാഷ്ട്രീയ സമരങ്ങൾ, മുന്നേറ്റങ്ങൾ ഈ യൂറോപ്യൻ റെവല്യൂഷൻ കൊണ്ടുവന്നു. There was a very strong dissatisfaction. ഒരുപാട് അസംതൃപ്തി രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ജനങ്ങൾക്കുണ്ടായിരുന്നു. ജനങ്ങളെ ഈ രാഷ്ട്രത്തിൻ്റെ ഭരണത്തിലൊന്നും ഉൾപ്പെടുത്താത്തതിൽ രാഷ്ട്രീയക്കാരോട്, രാഷ്ട്ര ഭരണകൂടങ്ങളോട് ജനങ്ങൾക്ക് വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ സിദ്ധാന്തങ്ങളൊക്കെ ജനകീയമായി പത്രദ്വാര, എഴുത്ത് മാഗസിനുകളിലൂടെയൊക്കെ പ്രചരിച്ച് എല്ലായിടത്തും ജനങ്ങളിൽ പ്രതിഷേധം ഇരമ്പുന്ന ഒരു സമയമായിരുന്നു. ദ റെവല്യൂഷൻസ് വിച്ച് were most important occurred in America, France, Germany and Italy and Russia. റഷ്യൻ വിപ്ലവം, ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ജർമ്മനിയിലും ഇറ്റലിയും ഉണ്ടായ മാറ്റങ്ങൾ, ഇതെല്ലാം ഈ കാലഘട്ടത്തുണ്ടായ മാറ്റങ്ങളാണ്. ബ്രിട്ടൻ ഹാഡ് ആൾറെഡി ഫേസ്ഡ് എ മേജർ ചേഞ്ച്. ബ്രിട്ടനിൽ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന പേരിൽ ഒരു മാറ്റമുണ്ടായി. അങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വാസ് ബോൺ. അങ്ങനെ അമേരിക്ക ജനിച്ചു, ബ്രിട്ടനിൽ നിന്ന് മോചിതനായിട്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. റഷ്യ എക്സ്പീരിയൻസ്ഡ് എ വർക്കേഴ്സ് മൂവ്മെൻറ്റ്. റഷ്യയിലെ ജോലിക്കാരെല്ലാവരും കൂടി എതിർപ്പ് വന്ന് ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നു. ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങളെല്ലാം ഒരു ദേശീയ ബോധം ജനങ്ങളിൽ കൊണ്ടുവരികയും പുതിയ പുതിയ ആശയങ്ങളുമായി ഓരോ രാജ്യങ്ങൾ മുന്നോട്ട് വരികയും ചെയ്തു. ഇത്തരം വിപ്ലവങ്ങളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ്, ദ ഗ്ലോറിയസ് റെവല്യൂഷൻ. ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ഓഫ് 1688 occurred in England. മറ്റു വിപ്ലവങ്ങൾക്കൊക്കെ ഒരുപാട് മുമ്പ് 1688 ഈ വിപ്ലവം, ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. ഇത് ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടും പ്രചോദനമായിട്ടുമാണ് ഇത് നിലനിൽക്കുന്നത്. ഇറ്റ് വാസ് കോൾഡ് ദ ഗ്ലോറിയസ് റെവല്യൂഷൻ ബിക്കോസ് നോ ബ്ലഡ് വാസ് ഷെഡ്. ഒരു രക്തത്തുള്ളി പോലും ചൊരിക്കാതെ ഉണ്ടായ ഈ റെവല്യൂഷൻ്റെ പേരാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. ദ സ്റ്റുവർട്ട് കിങ് ജെയിംസ് II ലോസ്റ്റ്. ജെയിംസ് II എന്ന് പറയുന്ന സ്റ്റുവർട്ട് രാജാവിന് ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കടുത്ത സ്വഭാവം ജനങ്ങളോട് പ്രകടിപ്പിച്ചപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ എതിർത്ത് അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുന്നത്. റോമൻ കത്തോലിക്കക്കാർക്ക് കൂടുതൽ ഗവൺമെൻറ് ജോലികൾ കൊടുക്കുകയും സൈന്യത്തെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്താൻ ഒരുപാട് പണം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ, അതുപോലെ ജനങ്ങളുടെ എതിർപ്പ് സൈന്യത്തിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ റോമൻ കത്തോലിക്ക വിഭാഗത്തിന് ജോലി കൊടുക്കുകയും ചെയ്തപ്പോൾ ജനങ്ങളുടെ എതിർപ്പ് വന്നപ്പോൾ പാർലമെൻറ്റ് തന്നെ ജെയിംസ് II അധികാരത്തിൽ നിന്ന് മാറ്റുകയാണ്. പാർലമെൻറ്റ് ഒരു രാജാവിനെ മാറ്റുന്നു. അങ്ങനെ പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുന്ന വില്യം III, അതുപോലെ മേരി II ഇവരെ പിന്നീട് ഇവർക്ക് അനുകൂലമായിട്ട് ജെയിംസ് II മാറ്റുമ്പോൾ
ഈ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ജെയിംസ് ടു മാറുകയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫോം ഓഫ് ഗവൺമെൻറ് വരികയും ചെയ്യുകയാണ്. ഇത് പാർലമെൻറ്റിന് എങ്ങനെ ഒരു രാജാധികാരത്തെ എതിർക്കാം, ഒരു രാജാധികാരത്തെ തള്ളിമാറ്റാം, വീഴ്ത്താം എന്നതിൻ്റെ ഒരു തെളിവായി ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന ഒരു വിപ്ലവമാണ് ഗ്ലോറിയസ് റെവല്യൂഷൻ. നെക്സ്റ്റ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഫോർ യു ടു നോ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും പല അവകാശങ്ങളും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ ആവേശം വരും. ആ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 18-ാം നൂറ്റാണ്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരമാണ്. ആധുനിക ലോകത്തെ ഈ രൂപത്തിൽ പരുവപ്പെടുത്തിയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ഒരു യുദ്ധമാണ്, സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദീസ് വേർ ദ അമേരിക്കൻ റെവല്യൂഷൻ ആൻഡ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. അതുപോലെ ഫ്രഞ്ച് വിപ്ലവവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം വിപ്ലവങ്ങളിലൂടെ പീപ്പിൾ അസേർട്ടഡ് ദെയർ റൈറ്റ്സ് ആൻഡ്, അവരുടെ അവകാശങ്ങൾ ജനങ്ങൾ ഉറപ്പുവരുത്തി. അതുപോലെ എൻഡഡ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങളെ ജനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ ഒരുപാട് യൂറോപ്പുകാർ അമേരിക്കയിൽ മതപരമായ ഇംഗ്ലണ്ടിൻ്റെ പ്രോസിക്യൂഷൻസ് കാരണമായിട്ട് അമേരിക്കയിൽ സെറ്റിലായിരുന്നു. ചില ആളുകളൊക്കെ സാമ്പത്തികമായ താല്പര്യങ്ങൾ കൊണ്ട് അമേരിക്കയിൽ വന്നവരായിരുന്നു. ഒരു 13 കോളനികളാണ് അവർ അമേരിക്കയിൽ ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ, മെർക്കൻറ്റിലിസം എന്ന് പറയുന്ന സാമ്പത്തിക നയങ്ങൾ മൂലം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഇവർ. ബ്രിട്ടീഷ് വ്യവസായങ്ങളായ അയേൺ, ടെക്സ്റ്റൈൽസ്, ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള നടപടികൾ മാത്രമേ ഈ കോളനികൾക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. പഞ്ചസാരയും തേയിലയും ഒക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രം കയറ്റി അയക്കേണ്ടി വരുന്ന ദുർഗതി ഇവർക്കുണ്ടായിരുന്നു. വേറെ ഒരു രാജ്യത്തേക്കും ഇവരുടെ ഉൽപ്പന്നങ്ങളായ ഷുഗർ, ടുബാക്കോ ഇതൊന്നും കയറ്റുമതി ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. കയറ്റുമതി ചെയ്യുമ്പോൾ ഇംഗ്ലണ്ട് പറയുന്ന അതേ റേറ്റിൽ തന്നെ കയറ്റുമതി ചെയ്യുക എന്നൊരു ഉത്തരവാദിത്വവും അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ ദിസ് പ്രൊവോക്ഡ് ഓപ്പോസിഷൻ ഫ്രം ദ ബ്രിട്ടീഷ് അമേരിക്കൻ കോളനീസ്. അമേരിക്കൻ കോളനികളായ ബ്രിട്ടന് കീഴിലുള്ള രാജ്യങ്ങൾ ഇതിനെ എതിർക്കാൻ തുടങ്ങി. By the 18th century, the wars with France and India were proving very expensive for Britain. ഫ്രാൻസുമായും ഇന്ത്യയുമായും പോരടിക്കാൻ ബ്രിട്ടന് കൂടുതൽ ക്യാഷ് ആവശ്യമായി വന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഷി നീഡഡ് മണി, സമ്പത്ത് ആവശ്യമായി വന്നു. കാരണം ബ്രിട്ടീഷ് രാജ്യം പല രാജ്യങ്ങളിലും പോയി യുദ്ധം ചെയ്യുകയും അവിടേക്കുള്ള സ്വാതന്ത്ര്യ സമരങ്ങളെ അടിച്ചമർത്തുകയും നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ക്യാഷ് വേണം ഈ യുദ്ധങ്ങൾ നടത്താൻ. ഇതിനു വേണ്ടി ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്ഡ് ദി സ്റ്റാമ്പ് ആക്ട്. ഒരു സ്റ്റാമ്പ് നിയമം കൊണ്ടുവന്നു അവർ. എല്ലാ ഡോക്യുമെൻറ്റുകളും, എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ പണയം വെക്കുന്ന, സാമ്പത്തിക ഇടപാട് നടത്തുന്ന എല്ലാവരും, പത്രം ഇറക്കുന്ന പത്ര മാധ്യമങ്ങൾക്ക്, അതുപോലെ ലഘുലേഖകൾക്ക്, ഇതിനൊക്കെ ഒരു സ്റ്റാമ്പ് കൊണ്ടുവരുന്ന, ഒരു പുതിയ നികുതി കൊണ്ടുവരുന്ന ഒരു നിയമം അവർ കൊണ്ടുവന്നു. 10,000-ഓളം വരുന്ന ബ്രിട്ടീഷ് സൈന്യങ്ങളെ പോറ്റാൻ വേണ്ടി ഇങ്ങനെ കോളനികളിലുള്ള പ്രവർത്തനങ്ങൾക്ക് സ്റ്റാമ്പ് കൊണ്ടുവന്നു, സ്റ്റാമ്പ് ആക്ട് കൊണ്ടുവന്നു. കോളനികളൊക്കെ ഇതിനെ എതിർത്തു. വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. നഗരാന്തരങ്ങളിൽ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഇരമ്പി.
ഇതിനെതിരെ പല സമ്മേളനങ്ങളും നടന്നു. അങ്ങനെ ലാസ്റ്റ് 1766 ഈ സ്റ്റാമ്പ് ആക്ട് പിൻവലിച്ചു. പക്ഷെ എന്നാലും ചായ കൊണ്ടുവരുന്നതിൽ ടാക്സ് ഓൺ ടീ മാത്രം നിലനിർത്തി. ചായപ്പൊടിയിൽ മാത്രം ടാക്സ് ഉണ്ടാക്കി. 1773 ആയപ്പോൾ ഇതിലുള്ള പ്രതിഷേധത്തിന് ചില അമേരിക്കക്കാർ ഇന്ത്യക്കാരെ പോലെ ചമഞ്ഞ് 3 ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ 3 കപ്പലിൽ കയറി അതിൽ കൊണ്ടുവന്ന ചായ മുഴുവൻ കടലിലേക്ക് തള്ളി. ഇതിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുക. ഇത് ബോസ്റ്റൺ നദിയിലായിരുന്നു, തുറമുഖത്ത് ആയിരുന്നു. പാർലമെൻറ്റ് ആ പോർട്ട് ഓഫ് ബോസ്റ്റൺ ക്ലോസ് ചെയ്യുകയും ഇത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കമായിട്ട് ഈ ബോസ്റ്റൺ ടീ പാർട്ടി അറിയപ്പെടുകയും ചെയ്തു. ഇങ്ങനെ 13 കോളനികളിലുള്ള പ്രതിനിധികൾ കൂടി ഫിലാഡൽഫിയയിൽ ഒരു യോഗം ചേർന്നു 1774. രാജാവിനോട് ടാക്സ് ചുമത്തുന്നതിലൊരു പരിധി വേണമെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി അവർ യോഗം ചേർന്നു. പക്ഷേ രാജാവ് ഇതിനെതിരെ റിഗാർഡഡ് ദിസ് ആസ് ആൻ ആക്ട് ഓഫ് റെബല്ലിയൻ, രാജാവിനെതിരെയുള്ളൊരു സമരമായിട്ട് ഇതിനെ കാണുകയും യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇത് അവസാനം സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചു. ജൂലൈ 4 1776 ഫിലാഡൽഫിയയിലുണ്ടായ യോഗം ബ്രിട്ടനിൽ നിന്നും അമേരിക്ക സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിച്ചു. ഇത് ലോകം മുഴുവൻ ഈക്വാളിറ്റി, റൈറ്റ് ടു ലൈഫ്, ലിബർട്ടി, ഹാപ്പിനെസ് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾക്ക് വലിയ പ്രചരണം നൽകി. അങ്ങനെ ബിൽ ഓഫ് റൈറ്റ്സ് വന്നു. ഫ്രീഡം ഓഫ് സ്പീച്ച്, പ്രസ്, റിലീജിയൻ ആൻഡ് ജസ്റ്റിസ് ഒക്കെ കൊണ്ടുവന്ന ബിൽ ഓഫ് റൈറ്റ്സ് വന്നു. ഇത് അമേരിക്കൻ റവല്യൂഷൻ വാസ് എ സ്ട്രഗിൾ ബൈ വിച്ച് 13 അമേരിക്കൻ കോളനീസ് ബോൺ ഇൻഡിപെൻഡൻസ്. ഇങ്ങനെ അമേരിക്കൻ്റെ ഈ സ്വാതന്ത്ര്യ സമരത്തിലാണ് അതിൻ്റെ അവസാനമാണ് 13ഓളം അമേരിക്കൻ കോളനികൾ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യമാവുന്നത്. അങ്ങനെ അവർ ഇന്ന് പ്രശസ്തമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന രാജ്യം പണ്ടൊരു അടിമരാജ്യമായിരുന്നു, ബ്രിട്ടൻ്റെ അടിമരാജ്യമായിരുന്നു. അത് പിന്നീട് ഇങ്ങനെ USA എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ രാജ്യമായിട്ട് സ്വാതന്ത്ര്യം നേടിയത് ഈ അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതിഷേധിച്ച് സമരം ചെയ്ത് നേടിയെടുത്തതാണ്. ആക്ടിവിറ്റിയായിട്ട് നിങ്ങളോട് പറയുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിറ്റ്നസ് ആണെന്ന് വിചാരിക്കുക. യു ഇൻ്റർവ്യൂഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസ്. അവിടെയുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഫീഷ്യൽസിനെ പോയി നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവരാണ് ചായ കൊണ്ടുവരുന്നത്. ദ അമേരിക്കൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ആൻഡ് പാസസ് ബൈ ഹു ഹാഡ് സീൻ ദാറ്റ്. അവിടെ ചായ കടലിലേക്ക് മറിക്കുന്ന സീനൊക്കെ കണ്ട അമേരിക്കക്കാരെ നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തുന്നു. നിങ്ങളങ്ങനെ ഒരു ന്യൂസ് പേപ്പറിലൊരു ആർട്ടിക്കിൾ തയ്യാറാക്കുകയാണ്. അങ്ങനെ എങ്ങനെ നിങ്ങളത് ആ കഥ എഴുതും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഫ്രഞ്ച് റവല്യൂഷൻ. ഇൻ ദ 18th century ഫ്രഞ്ച് സൊസൈറ്റി വാസ് സ്റ്റിൽ ഫ്യൂഡൽ ഇൻ ക്യാരക്ടർ. 18ാം നൂറ്റാണ്ടിലും ഫ്രഞ്ച് സമൂഹം പ്രഭുക്കളുടെ കീഴിലുള്ള ആ പഴയ ഫ്യൂഡൽ സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ മെഡീവലിലൊക്കെ പറഞ്ഞ പോലെയുള്ള സിസ്റ്റം, മെഡീവലിന് മുമ്പ് പറഞ്ഞ സിസ്റ്റം. 3 എസ്റ്റേറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1 ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാർ, 2 പ്രഭുക്കൾ നൊബിലിറ്റി, 3 അല്ലെങ്കിൽ എല്ലാ ആസ്വാദനങ്ങളും നടത്തുന്ന ലക്ഷറിയസ് ആയിട്ടുള്ളതാണ് 2. മൂന്നാമത്തേത് പാവപ്പെട്ട ജനങ്ങൾ, വർക്കേഴ്സ്. അപ്പോൾ ഈ മധ്യ എസ്റ്റേറ്റിലുള്ളവർ എല്ലാം ലക്ഷറിയസ് ആയ ലൈഫ് നയിക്കുകയും പാവപ്പെട്ടവർ വലിയ പ്രാരാബ്ധങ്ങൾ നേരിടുകയും ചെയ്തു. ദി ഇൻറ്റേർണൽ കണ്ടീഷൻ ഓഫ് ഫ്രാൻസ് മേഡ് ഇറ്റ് എൻ ഐഡിയൽ സ്റ്റേജ്. ഇങ്ങനെ ഉള്ള ഈ അവസ്ഥയാണ് ഫ്രാൻസിനെ പിന്നീട്
ഒരു വിപ്ലവത്തിലേക്ക് നയിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.